ക്രിസ്മസിന്റെ സമയത്ത് ഈ ലണ്ടനിൽ ഭയങ്കര രസം തന്നെ. പിന്നെ വല്ലാത്തൊരു വൈബാണ്, ഭയങ്കര വൈബ് തന്നെ. എനിക്ക് തോന്നുന്നു വേറെ എവിടെ പോയാലും ഇങ്ങനത്തെ ഒരു വൈബ് ഞാൻ കണ്ടിട്ടില്ല. ഒരു ഫീൽ ഇല്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പം ഈ സമയത്ത് ലണ്ടനിൽ ഈ ക്രിസ്മസ് മാർക്കറ്റ് കാണാനും ക്രിസ്മസ് കാണാൻ വേണ്ടി വലിയൊരു ടൂറിസ്റ്റ് ഹബ്ബായി മാറിയിട്ടുണ്ട്. വേറെ എവിടെ ഈ വൈബ് കിട്ടില്ല. പക്ഷെ അന്നുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കളേഴ്സ് ഒക്കെ ആളുകൾ മാറി തുടങ്ങി. മിക്സഡ് കമ്മ്യൂണിറ്റി. ഇപ്പൊ മലയാളികളാണെങ്കിലും ഒരുപാട് മലയാളികളായി. നമ്മളൊക്കെ വരുന്ന സമയത്തൊന്നും അധികം മലയാളികളില്ലല്ലോ. പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ ആളുകൾ കുറവായിരുന്നു. നമ്മള് ലണ്ടനിലാണെങ്കിലും നമ്മൾ കോഴിക്കോട് മലപ്പുറം ഭാഗത്തു നിന്നുള്ള ആൾക്കാരാകുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ള ഭക്ഷണങ്ങളാണ്. അപ്പം ഷംജിത്തിന് ഇവിടെ വന്നപ്പോൾ ആ 20 കൊല്ലം മുന്നേ ഇവിടെ UK വന്ന സമയത്ത് ഇങ്ങനെ കേരള സ്നാക്സും കോഴിക്കോട് മലബാർ സ്നാക്സ് ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. മലബാർ എന്ന് പറയുമ്പോൾ നമ്മളെ ഫുഡാണല്ലോ. നല്ല കോഴിക്കോടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരിക എന്നുള്ള ഫീലാണല്ലോ. ചട്ടിപ്പത്തിരി, ഉന്നക്കായ, ഒരു വല്ലാത്ത നൊസ്റ്റോൾ ഫീലിംഗ് ആണ്. നമ്മൾ വന്ന കാലത്തൊന്നും ഇത്ര സാധനങ്ങളൊന്നും നമുക്ക് ഇവിടെ കിട്ടാറില്ലായിരുന്നു. ഇപ്പോൾ നമ്മളെ കാലഘട്ടം മാറുന്നു. കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നു. അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴാണ് നമ്മളും ഇതുപോലെ തന്നെ കേരളത്തിൽ നിന്നൊരു ബ്രാൻഡ് ഇവിടെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളൊരു ഫീലൊക്കെ വന്നത്. ഇപ്പം മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡ് കേരള ഡിലൈറ്റ്സ് എന്നൊരു ബ്രാൻഡ്, അതിപ്പോൾ നന്നായിട്ട് നമ്മളോട് ലോഞ്ച് ചെയ്തു. ലോകം മുഴുവൻ അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ പ്രൗഡാണ്. നമുക്കും കഴിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് മറ്റുള്ളവരെ കഴിപ്പിക്കാനും പറ്റുന്നുണ്ട്. അത് വല്ലാത്തൊരു ഫീലാണ്. ഇപ്പോഴത്തെ 130-150 വെറൈറ്റി ഓഫ് കേരള സ്നാക്സും ഫുഡ് ഐറ്റംസും ഇപ്പം കേരള ഡിലൈറ്റ്സിന്റെ ബ്രാൻഡിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ നൊസ്റ്റാൾജി വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചൂടായി കഴിക്കാൻ പറ്റുന്നത് വലിയൊരു നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ആ ഒരു കൺവീനിയൻസ് ഭയങ്കരമാണ്. അല്ലെങ്കിൽ നമ്മളൊരു പഴംപൊരി ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു 2 മണിക്കൂർ ചിലവാണ്. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ചൂടാക്കി 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പഴംപൊരിയും ചായയും കഴിക്കാനുള്ള ഒരു ഫീൽ ഇല്ല അവിടുന്ന്. അപ്പോൾ ആ ഒരു ഫീൽ നമ്മൾ കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഇത്തരം രാജ്യങ്ങളിലൊക്കെ നമുക്കത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. UK നല്ല രീതിയിൽ നന്നായിട്ട് പോകുന്നത്. ഇപ്പോൾ ന്യൂസിലാൻഡ്, നമ്മൾ സിംഗപ്പൂര്, കാനഡ, അയർലാൻഡ്, യൂറോപ്പിലേക്ക് നമ്മൾ വ്യാപിക്കാൻ പോവാണ്. ഒരു 1 ഇയറിനുള്ളിൽ ഗ്ലോബൽ ബ്രാൻഡ് ആവുക എന്നുള്ളതാണ്. ഇത്രയധികം റേഞ്ച് ഓഫ് ഫുഡ്സ് കേരള ഡിലൈറ്റ്സ് ഈ ലോകത്ത് മുഴുവൻ ഇപ്പോൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സും അതെങ്ങനെയാണ്, അതൊക്കെ പ്ലാൻ ചെയ്ത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത്? കേരളത്തിൽ കൊച്ചി അടുത്ത് ഒരു ഫുഡ് പാർക്കിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ അധിക രാജ്യങ്ങളും ചെയ്യുന്നത് ചെറുപ്പക്കാരായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു നല്ലൊരു സുഹൃത്ത് റിസ്വാൻ എന്നൊക്കെ പറയും, റിസ്വാൻ വാസിം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു 2021 മുതലുള്ള ഡിസ്കഷനാണ്. അതിപ്പോൾ ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലം UK വന്നിട്ട്. അപ്പം ഇപ്പോൾ ക്രിസ്മസ് സീസണാണ്. അപ്പോൾ ക്രിസ്മസ് സീസൺ എങ്ങനെയാണ്? നമ്മൾ പണ്ട് ഇവിടെ വന്ന സമയത്തും ഇപ്പോഴും നമ്മളുടെ വ്യത്യാസം എന്താണ്? അതിൻ്റെ ഒക്കെ ഓർമ്മകൾ എന്തൊക്കെയാണ്? നാട്ടിലെ ഓർമ്മ എന്ന് പറയുന്നത് നമ്മൾ ഈ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ആയതുകൊണ്ട് ക്രിസ്മസിനെക്കാട്ടും കൂടുതൽ നമ്മൾ ആ ഒരു ആക്ടിവിറ്റീസിലായിരുന്നു അതുകൊണ്ടായിരുന്നു. സെലിബ്രേഷൻസ് കുറവായിരുന്നു. ഇപ്പം മാറി. ഇപ്പോൾ നമ്മളെല്ലാം അവൈലബിളായി. നമ്മൾ വല്ലാത്തൊരു ഫീലാണ്. ഒരുപാട് ഫ്രണ്ട്സായി. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആ രീതിയിലെല്ലാം എൻജോയ് ചെയ്യാൻ തുടങ്ങി. കേരളത്തിനെക്കാട്ടും കൂടുതൽ ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് ഇവിടെ. പിന്നെ അപ്പോൾ ആ സെലിബ്രേഷൻ്റെ ഒരു ആംബിയൻസ് മാറി. അത് വലിയൊരു മാറ്റമാണ്. മലയാളികൾ ഇവിടെ ഒരുപാട് വന്നതോടുകൂടി സൗഹൃദങ്ങൾ കൂടിയോട് ഫുഡും കൂടി. ദാറ്റ്സ് നൈസ്. നമ്മുടെ ബിസിനസ്സിനും അത് ബെനിഫിറ്റായി. അപ്പം UK വന്നിട്ട് ഒരു ബിസിനസ് ഇത്രയും കഷ്ടപ്പെട്ട് സ്റ്റുഡൻ്റായിട്ടൊക്കെ വന്ന് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ബ്രാൻഡൊക്കെ ബിൽഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ജേർണി എങ്ങനെയാണ്? അതിൻ്റെ എത്ര ഡിഫിക്കൽട്ടാണ് കമ്പയർ ടു കേരളത്തിലൊരു ബിസിനസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ UK വന്നൊരു ബിസിനസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഡിഫിക്കൽട്ടാണ്, അല്ലെങ്കിൽ എത്രത്തോളം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? UK ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് ഇവിടെ വന്ന് ആദ്യകാലങ്ങളെ പോലെ അല്ല. ഇപ്പോൾ നമ്മൾ വന്ന കാലത്ത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് ഒരു മാർക്കറ്റ് നാട്ടിലെ പോലെ നമുക്ക് ഒരുപാട് ആളുകൾ സപ്പോർട്ടില്ല. ഫിനാൻഷ്യൽ സപ്പോർട്ട് കുറവായിരിക്കും. എക്സ്പെൻസീവാണ് UK. മെയിനായിട്ടുള്ളതാണ്. നമ്മൾ ഓവർ ഹെഡ്സ് ഭയങ്കര ഏറ്റവും കൂടുതൽ ഓവർ ഹെഡ്സുള്ള രാജ്യമാണ്. അപ്പോൾ അതൊക്കെ ആ ഒരു പ്രതിസന്ധി ഇവിടെ UK ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ നമുക്ക് ഒരുപാട് സപ്പോർട്ട് വേറെ കിട്ടും. അപ്പോൾ ഇത് മറികടന്നുള്ളൊരു ബിസിനസ് ആയിരുന്നു. ഇപ്പം കാലഘട്ടം മാറി, ഒരുപാട് ആളുകൾ വന്നു. അപ്പോൾ ഒന്നും കൂടി ഓൺലൈൻ കാലഘട്ടം വന്നതോടുകൂടി നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു പുതിയ കാലഘട്ടത്തെ ഉപയോഗിച്ചിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒന്നും കൂടി എളുപ്പമാണ്. പക്ഷേ എങ്കിലും UK പോലത്തെ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളെ ലീഗൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. മറ്റു കാര്യങ്ങളിൽ നമുക്ക് കുറച്ചും കൂടി മറ്റു രാജ്യങ്ങളെക്കാട്ടും കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ അതൊക്കെ തരണം ചെയ്യാൻ പറ്റുവാണെങ്കിൽ UK പോലുള്ള രാജ്യങ്ങൾ നമുക്ക് ബിസിനസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. പണ്ട് നമ്മൾ 20 കൊല്ലം മുന്നേ UK വന്ന പോലെ അല്ല, ഇപ്പോൾ ഒരുപാട് മലയാളികൾ UK വന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇപ്പം വരുന്ന കുട്ടികളും ഇപ്പോൾ വരുന്ന ആൾക്കാരും കുറച്ചും കൂടി എൻ്റർപ്രൈസിങ്ങും കുറച്ചും കൂടി പെട്ടെന്ന് ബിസിനസ്സിലേക്ക് വരുന്നതും അവർ ബിസിനസ്സായിട്ട് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ പലതും ചെയ്യുന്നുണ്ട്. ഞാൻ പണ്ട് വന്ന് കണ്ടതിനേക്കാളും. അപ്പോൾ അവരോട് ഇത്ര കാലം ഇവിടെ ബിസിനസ് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് അവരോട് എന്ത് ഗൈഡൻസ് ആണ് ഷംജിത്തിന് കൊടുക്കാനുള്ളത്?
അതിൽ ബിസിനസ്സിനെ കുറിച്ച് എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നമ്മൾ ഒരുപാട് സാമ്പത്തികം കയ്യിൽ വെച്ചിട്ട് ബിസിനസ് ചെയ്യണമെന്നില്ല. ബിസിനസ് നമുക്ക് നമ്മളെ ഐഡിയയും കോൺസെപ്റ്റും ഹാർഡ് വർക്കും എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് നല്ലൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാം. പിന്നെ മറ്റുള്ളൊരാൾ ഇപ്പം അധികം നടക്കുന്ന ഒരാൾ ചെയ്യുന്ന ഒരു ബിസിനസ് അതുപോലെ പെട്ടെന്ന് വേറെ എവിടെയും ഫണ്ട് വെച്ച് ചെയ്യുന്ന ആ ബിസിനസ്സൊന്നും ഈ UK പോലത്തെ രാജ്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പാടാം. കാരണം ഇവിടുത്തെ ഓവർ ഹെഡ്സ് എക്സ്പെൻസ് പറഞ്ഞാൽ വലിയ ബാധ്യതയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നല്ല ധാരണയും അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ കൂടെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ സ്വയം അത് പഠിച്ചെടുത്തിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു ഇത്. അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ചിലപ്പം വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും.